Expand the following function in Taylor series. F of z is equal to 1 by z square minus z minus 6 about z is equal to minus 1 and also z is equal to plus 1. So first നമുക്ക് z is equal to minus 1 ൽ Taylor series expansion എഴുതാം. So first f of z എന്താണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക. f of z 1 by z square minus z minus 6 ആണ്. So ഇത് നമുക്ക് this is minus 6 multiply ചെയ്ത minus 6 ഉം add ചെയ്ത് കഴിഞ്ഞാൽ minus 1 ഉം വരുന്ന രീതിയിൽ എഴുതി കഴിഞ്ഞാൽ this is z minus 3 into z plus 2 3 and 2 minus 3 and 2 minus 6 multiply ചെയ്ത minus 6 and minus 3 plus 2 is minus 1. So z minus 3 into z plus 2 or z is equal to minus b plus or minus root b square minus 4ac by 2a യൂസ് ചെയ്തിട്ടും റൂട്ട്സ് കണ്ടുപിടിച്ചിട്ട് ഇങ്ങനെ എഴുതാം. This is 1 by z minus 3 into z plus 2 ആണ്. ഇതിൻ്റെ ടൈലർ സീരീസ് ആണ് നമുക്ക് എഴുതേണ്ടത്. ഫസ്റ്റ് നമുക്കിതിനെ a by z minus 3 എന്നും b by z plus 2 എന്നും സ്പ്ലിറ്റ് ചെയ്യാം. ഇത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. സോ ഇങ്ങനെ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. എയും ബിയും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണം. അതിനുശേഷമാണ് നമ്മൾ ഇതിൻ്റെ ടൈലർ സീരീസ് എക്സ്പാൻഷൻ എഴുതുന്നത്. സോ എ ബി കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ 1 by z minus 3 ഇൻറ്റു z plus 2 ഈക്വൽ ടു എ ബൈ ഇതെന്നാണ് എഴുതിയത്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. എ ഇൻറ്റു z plus 2 പ്ലസ് ബി ഇൻറ്റു z minus 3 ഡിവൈഡഡ് ബൈ z plus 2 ഇൻറ്റു z minus 3. So this term cancel. So 1 is equal to എന്നാണ് കിട്ടുക. Now A or B നമുക്ക് കണ്ടുപിടിക്കണം. ഫസ്റ്റ് നമുക്ക് സെഡിന് 3 കൊടുത്തു കഴിഞ്ഞാൽ ബി ടേം ക്യാൻസൽ ആവും. ഓ ഈ സൈഡിൽ സെഡിന് 3 കൊടുത്താലും 1 തന്നെയാണ് വരുന്നത്. എ ഇൻറ്റു 3 കൊടുത്താൽ അത് 3 plus 2 5 ആൻഡ് സെക്കൻഡ് ടേം ക്യാൻസലായി 0 ആണ്. വിച്ച് ഇംപ്ലൈസ് എ is equal to 1 by 5. Similarly, z is equal to minus 2. Minus 2 കൊടുത്താൽ ഈ ടേം 0 ആവും. ആൻഡ് ഈ സൈഡിൽ 1 തന്നെയാണ്. എ ടേം 0 ആയി. ബി ഇൻറ്റു minus 2 minus 3 is minus 5. So, b is equal to minus 1 by 5. എ ബി കിട്ടി. സോ ഇതിനെ നമുക്ക് 1 by 5 into z minus 3 minus 1 by 5 into z plus 2 എന്ന് എഴുതാം. ദാറ്റ് മീൻസ് 1 by 5 കോമൺ ആയിട്ട് എടുത്താൽ ദിസ് ഇസ് 1 by z minus 3 മൈനസ് 1 by z plus 2 ഇങ്ങനെ എഴുതാം. ഇവിടെയാണ് ഇനി നമ്മൾ ടൈലർ സീരീസ് എക്സ്പാൻഷൻ കൊടുക്കുന്നത്. സോ സെപ്പറേറ്റ് ആയിട്ട് രണ്ട് ഫംഗ്ഷൻ ആയിട്ടുണ്ട്. 1 by z minus 3 1 by z plus 2. നമ്മൾ ആദ്യം ചെയ്യുന്നത് z is equal to minus 1ലാണ്. about z is equal to minus 1. സോ നമുക്ക് കിട്ടിയിരിക്കുന്നത് f of z ഇപ്പം 1 by z ഇൻറ്റു 1 by 5 ഇൻറ്റു z minus 3 minus 1 by z minus 2 z plus 2 ഈ ഒരു ഫോമിലാണ് ഉള്ളത്. സോ നമ്മൾ z is equal to minus 1 about z is equal to മൈനസ് 1 ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ രണ്ട് ടേമിലാണ് ഇപ്പോൾ സീരീസ് ഉള്ളത്. നമുക്ക് രണ്ട് രീതിയിൽ ഇതിൻ്റെ റീജിയൻ കാണാം. രണ്ട് സീരീസ് ആയിട്ട് എടുക്കാം. ആദ്യത്തേത് 1 by z minus 3ഉം രണ്ടാമത്തേത് 1 by z plus 2. z is equal to minus 1 സെൻറ്റർ ചെയ്തിട്ട് ഫസ്റ്റ് ടൈലർ സീരീസ് എക്സ്പാൻഷൻ എഴുതുമ്പോൾ ഈ റീജിയൻ ഐഡൻറ്റിഫൈ ചെയ്യാം. ഇത് വാലിഡ് ആയിട്ടുള്ള റീജിയൻ, എഫ് അനലിറ്റിക് ആയിട്ടുള്ള റീജിയനിൽ മാത്രമേ ഇത് വാലിഡ് ആവും. സോ ഈ ഫംഗ്ഷൻ 1 by z minus 3 എന്ന് പറയുന്നത് z equal to 3 ഇതിൻ്റെ സിംഗുലാരിറ്റി ആണ്. ഈ ഫംഗ്ഷന് z equal to minus 2 സിംഗുലാരിറ്റി ആണ്. റീജിയൻ എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ -1 ആണ് നമ്മളെ സെൻറ്റർ. ഫസ്റ്റ് ഇതിന് സിംഗുലാരിറ്റി 3 ആണ്. സോ -1 നിന്ന് 3ലേക്കുള്ള ഡിസ്റ്റൻസ്, അതായത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെൻറ്റർ ആൻഡ് സിംഗുലാരിറ്റി.
സെൻട്രൽ ആൻഡ് സിംഗുലാരിറ്റി ഡിസ്റ്റൻസ് എടുക്കാം. 3യും -1ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്നാൽ 3 - -1. ഡിസ്റ്റൻസ് കാണാൻ മൈനസ് ചെയ്ത് കൊടുക്കാം. മോഡുലസ് എടുത്താൽ മതി, നെഗറ്റീവ് വരുവാണെങ്കിൽ 4. സോ ഈ സീരീസിന്റെ എക്സ്പാൻഷൻ വാലിഡ് ആവുന്നത് മോഡ് സെഡ് സെന്റർ -1 ആണ്. സോ -1 എന്ന് പറയുന്നത് +1 ആവും, <4. ഓർ നമുക്കിതിനെ മോഡ് z+1 ഡിവൈഡഡ് ബൈ 4 <1 എന്ന് എഴുതാം. സോ ഇതാണ് ഫസ്റ്റത്തെ സീരീസിന്റെ അല്ലെങ്കിൽ ഫസ്റ്റ് ടേമിന്റെ വാലിഡ് ആയിട്ടുള്ള റീജിയൻ. സെക്കൻഡ് റീജിയൻ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ സിംഗുലാരിറ്റി -2ഉം സെന്റർ -1ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് എടുക്കാം. നമുക്കറിയാം -2 -1ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 ആണ്. -2 -1 1 ഡിസ്റ്റൻസിലാണ്. സോ ദിസ് ഇസ് മോഡ് z -1 z+1 ഈ ഡിസ്റ്റൻസ് 1. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് കൺവെർജൻസ് ആണ്. ആക്ച്വലി ഈ ഡിസ്റ്റൻസ് റേഡിയസ് ഓഫ് കൺവെർജൻസ് ആണ്. ഫംഗ്ഷന്റെ സിംഗുലാരിറ്റിയും നിയറസ്റ്റ് സിംഗുലാരിറ്റിയും റേഡിയസും തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഇവിടെ ഒരു സിംഗുലാരിറ്റി ഉള്ളൂ, അതിന്റെ റേഡിയസും തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഇപ്പോൾ മോഡ് z+1 <1 ആണ് ഇവിടെ റീജിയൻ വരുന്നത്. ഓക്കെ, ഇങ്ങനെ നമുക്ക് 2 റീജിയൻ കിട്ടി. 2 സീരീസ് ആയിട്ടാണ് വരുന്നത്. സോ 1/5 ഫസ്റ്റ് സീരീസ് ആയാലും സെക്കൻഡ് സീരീസ് ആയാലും നമ്മുടെ സെന്റർ z -1 ആണ്. ദാറ്റ് മീൻസ് ടൈലർ സീരീസിൽ z -1 z+1 എന്ന് പറയുന്ന ടേം സീരീസിനകത്ത് നമുക്ക് കിട്ടുന്നത്. സീരീസ് എക്സ്പാൻഷൻ, ടൈലർ സീരീസ് എക്സ്പാൻഷൻ എന്താണെന്നുള്ളത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് മുന്നേ. സീരീസ് എക്സ്പാൻഷൻ എഴുതുമ്പോൾ z - a എന്ന് പറയുന്നത് സെന്റർ ആണ്. അപ്പോൾ z -1 z+1ന്റെ ടേം ഇവിടെ നമുക്ക് സീരീസിൽ കിട്ടണം. സോ ഇവിടെ z -3 എന്നാണുള്ളത്. ഇത് നമുക്ക് z+1 എന്നുള്ള ടേമിലേക്ക് കൊണ്ടുവരണം. z+1 ഞാൻ എഴുതി കഴിഞ്ഞാൽ ഇവിടെ -3 കിട്ടണം, -4 കൊടുത്താൽ മതി. ദാറ്റ് മീൻസ് 1 - 4 -3 ആണല്ലോ. 1 - 4 -3 കൊടുത്താൽ ഇത് z -3 തന്നെയാണ്. z+1 കിട്ടാൻ വേണ്ടിയിട്ട് ഇതിനിങ്ങനെ എഴുതി. ഓർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ z -3നെ സം t എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് z t+3 എന്ന് എഴുതാം. സോ zന് പകരം t+3 എന്ന് എഴുതിയിട്ട് ചെയ്യാം. ഇത്രയേ വേണ്ടും. z എന്നുള്ളത് ടേമിന് z+1 കൊണ്ടുവരണം. നെക്സ്റ്റ് ടേമിലും z+1 കൊണ്ടുവരണം. z+2നെ നമുക്ക് z+1 കൊണ്ടുവരാം. z+1 +1 എന്ന് എഴുതാലോ. z+2 തന്നെയാണ്. z+1 +1 എന്ന് എഴുതി. ഇനി നമ്മൾ സീരീസ് ഈ റീജിയൻ നോക്കുക. റീജിയൻ ഫസ്റ്റത്തത് z+1/4 എന്ന് വേണം. സോ z+1/4 എന്ന് കിട്ടാൻ ഈ 4ന് ഔട്ട് സൈഡ് എടുക്കാം. 1/4 ഔട്ട് സൈഡ് എടുത്താൽ ഫസ്റ്റ് ടേം z+1ൽ 4 ഇല്ല. z+1/4 എന്ന് പറയുന്ന ടേം അവിടെ കിട്ടി. മൈനസ് സെക്കൻഡ് ടേമിന് 4 ഔട്ട് സൈഡ് എടുത്താൽ 1. നെക്സ്റ്റ് 1/ നമുക്കിവിടെ z+1 കിട്ടിയാൽ മതി. അപ്പോൾ z+1 +1 ഇങ്ങനെ തന്നെ വെക്കാം. സോ 1/5 നമുക്കറിയാം. ഇത് 1/4 അവിടെ വെക്കാം. ഈ എക്സ്പാൻഷൻ 1/ ഓക്കെ, ഇത് നെഗറ്റീവ് ഔട്ട് സൈഡ് എടുക്കാം. ഈ എക്സ്പാൻഷനെ നമുക്ക് മൈനസ് ഔട്ട് സൈഡ് എടുത്താൽ ഇതിനെ നമുക്ക് 1 - z+1/4 എന്ന് എഴുതാം. ഓക്കെ, മൈനസ് ഈ ടേം വരുന്നത് 1 + z+1. ഞാനൊന്ന് തിരിച്ചെഴുതിയെന്നേ ഉള്ളൂ. 1 + z+1. ഓൾവേസ് റിമെമ്പർ ജോമെട്രിക് സീരീസ് മീൻസ് 1/1 - z and 1/1 + z. This is 1 + z + z² z³ etc. ഇത് വാലിഡ് ആവുന്ന മോഡ് z <1ലാണ്. 2 സീരീസും മോഡ് z <1ൽ വാലിഡ് ആണ്. പ്ലസ് വരുമ്പോൾ ഓൾട്ടർനേറ്റീവ് പ്ലസും മൈനസും ഇട്ട് കൊടുക്കാം. z² - z³ + z⁴ etc. സോ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന സീരീസ് അത് തന്നെയാണ്. 1/1 - z-ന് പകരം z+1/4. സോ z-ന് പകരം z+1/4 കൊടുക്കാം.
മോഡ് z ലെസ് ദാൻ 1 വാലിഡ്. നമുക്ക് മോഡ് z+1/4 ലെസ് ദാൻ 1 ആണ്. ഓൾസോ ഇവിടെ z+1 ആണ് z പകരം ഉള്ളത്. മോഡ് z+1 ലെസ് ദാൻ 1 ആണ്. സോ ഈ സീരീസ് ഇവിടെ വാലിഡ് ആണ്. സീരീസ് എക്സ്പാൻഷൻ നമുക്ക് എഴുതാൻ പറ്റും. സീരീസ് എക്സ്പാൻഷൻ കൊടുത്താൽ 1/5 ദിസ് ഇസ് -1/4 സീരീസ് എക്സ്പാൻഷൻ 1 + 1/1 - z ആണിത്. 1 + z പകരം z+1/4 പ്ലസ് z സ്ക്വയർ, അതായത് z+1/4 സ്ക്വയർ പ്ലസ് z ക്യൂബ്, z+1/4 ക്യൂബ് എക്സെട്ര. ഫസ്റ്റത്തെ സീരീസ് ആയി ഒരു ചെറിയ ബ്രാക്കറ്റിൽ അതിനെ കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് വരുന്നത് -1/5 കോമൺ ആണ്. മൈനസ് സെക്കൻഡ് സീരീസ് വരുന്നത് 1/1 പ്ലസ് z പകരം z+1. 1/1 പ്ലസ് z ഓൾട്ടർനേറ്റീവ് പ്ലസും മൈനസും വരും. 1 മൈനസ് z പകരം z+1 പ്ലസ് z സ്ക്വയർ മൈനസ് z ക്യൂബ് എക്സെട്ര. സോ ഇതാണ് സീരീസ് വരുന്നത്. നമുക്ക് ഈ 1/5 ഉള്ളിലേക്ക് കൊടുത്തിട്ട് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എക്സ്പാൻഷൻ കിട്ടുന്നത് this is equal to -1/20. ഫസ്റ്റ് വരുന്ന ടേം 1 പ്ലസ് z+1/4 പ്ലസ് z+1/4 ഹോൾ സ്ക്വയർ. ഇതിനെ നമുക്ക് സീരീസ് n equal to 0 to infinity z+1/4 all raised to n എന്ന് എഴുതാം. 0ൽ സ്റ്റാർട്ട് ചെയ്തത് ഫസ്റ്റ് ടേം നമുക്ക് ഇവിടെ കിട്ടുന്നത് 1 ആണ്. സോ 0ൽ സ്റ്റാർട്ട് ചെയ്യാം. സെക്കൻഡ് ടേം z+1/4 z+1/4 സ്ക്വയർ ആൻഡ് സോ ഓൺ. നെക്സ്റ്റ് വരുന്നത് -1/5 സീരീസ് n is equal to 0 to infinity z+1 all raised to n. ഓൾസോ ഓൾട്ടർനേറ്റീവ് ആയിട്ട് പ്ലസ് മൈനസ് വരുന്നുണ്ട്. സോ -1 പവർ n. ഫസ്റ്റ് ടേം പോസിറ്റീവ് ആണ്. ഓൾറെഡി മൈനസ് നമ്മൾ ഔട്ട് സൈഡ് എടുത്തു. ഫസ്റ്റ് ടേം പോസിറ്റീവ് ആണ്. സോ n-1 എന്ന് കൊടുക്കാം. സോ n-1 കൊടുത്തു കഴിഞ്ഞാൽ ദിസ് ഇസ് -1 raised to 0 - 1 ആണ്. സോറി n+1 കൊടുക്കാം. ഓർ n തന്നെ കൊടുത്താൽ മതി. ഓക്കെ, സോറി, ഫസ്റ്റ് ടേം പോസിറ്റീവ് ആണ്. സോ n തന്നെ കൊടുത്താൽ മതി. -1 പവർ 0, 0ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ -1 പവർ 0 ദാറ്റ് ഈസ് 1. ആൻഡ് സെക്കൻഡ് ടേം വരുന്നത് -1 z+1 raised to 1. തേർഡ് ടേം -1 സ്ക്വയർ ദാറ്റ് ഈസ് 1 z+1 ഹോൾ സ്ക്വയർ ആൻഡ് സോ ഓൺ. സോ ദിസ് ഈസ് ദ സീരീസ് ഓഫ് function about z is equal to -1, and this is valid for mod z+1/4 less than 1 and this term mod z+1 less than 1. So this is the series expansion. Now about z is equal to +1. Z is equal to +1. First of all, region identify ചെയ്യാം. So സീരീസ് എക്സ്പാൻഷനിൽ z-1 ആണ് വരുന്നത്. സോ മോഡ് z-1 ലെസ് ദാൻ സം r. ഈ റേഡിയസ് ഓഫ് കൺവെർജൻസ് ആണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. നമ്മളെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് 1/z-3ഉം 1/z-2 z+2 ഇങ്ങനെ രണ്ടാക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ f(z) is equal to 1/5 into 1/z-3 minus 1/z+2 ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയത്. സോ ഫസ്റ്റ് ഇത് രണ്ട് സെപ്പറേറ്റ് സീരീസ് ആണ്. സോ സെപ്പറേറ്റ് ആയിട്ട് റീജിയൻ നോക്കാം. സോ നമ്മളെ സെന്റർ z is equal to 1 ആണ്. സെന്ററിൽ നിന്ന് സിംഗുലാരിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ്, സിംഗുലാരിറ്റി 3 ആണ്. 3യിലുള്ള ഡിസ്റ്റൻസ് 1 to 3 ഡിസ്റ്റൻസ് വരുന്നത്
distance is equal to 3 minus 1, that is 2. 1 നിന്ന് 3ലേക്കുള്ള ഡിസ്റ്റൻസ് 2 ആണ്. സോ നമ്മൾ ഈ റീജിയൻ വരുന്നത് മോഡ് z മൈനസ് 1 ലെസ് ദാൻ 2 ആണ്. ഓർ നമുക്കിതിനെ മോഡ് z മൈനസ് 1 ബൈ 2 ലെസ് ദാൻ 1 എന്നും പറയാം. സെക്കൻഡ് സീരീസ് z പ്ലസ് 2, സിംഗുലാരിറ്റി z ഇസ് ഈക്വൽ ടു മൈനസ് 2 ആണ്. ഇപ്പോൾ റീജിയൻ വരുന്നത് 1 എന്ന്, സെൻറ്റർ 1 ആണ്. 1 നിന്ന് മൈനസ് 2ലേക്കുള്ള ഡിസ്റ്റൻസ്, ദാറ്റ് മീൻസ് 1 മൈനസ് മൈനസ് 2, 1 പ്ലസ് 2 3. ഡിസ്റ്റൻസ് 3 ആണ്. മോഡ് z മൈനസ് 1 ഇസ് ലെസ് ദാൻ 3 എന്ന് വരും. ദാറ്റ് മീൻസ് മോഡ് z മൈനസ് 1 ബൈ 3 ലെസ് ദാൻ 1. ഇങ്ങനെയാണ് നമുക്ക് റീജിയൻ രണ്ടും കിട്ടുന്നത്. ഇതനുസരിച്ച് നമുക്ക് സീരീസ് നോക്കാം. സീരീസിൽ ഇനി നമുക്ക് വേണ്ടത് z മൈനസ് 1 എന്ന് പറയുന്ന ടേം വേണം. സോ z മൈനസ് 3 എന്നാണുള്ളത്. ഇതിനെ z മൈനസ് 1 മൈനസ് 2 എന്ന് എഴുതാമല്ലോ. മൈനസ് 1 മൈനസ് 2 ഈസ് മൈനസ് 3. നെക്സ്റ്റ് നമുക്കിവിടെ z മൈനസ് 1 വരണം. 2 കിട്ടാൻ വേണ്ടിയിട്ട് പ്ലസ് 3 ആഡ് ചെയ്ത് കൊടുക്കാം. 3 മൈനസ് 1 ഇസ് 2. സോ 1/5. നൗ നമുക്ക് ഫസ്റ്റത്തെ റീജിയൻ z മൈനസ് 1 ബൈ 2 എന്ന് കിട്ടണം. സോ 2 ഔട്ട്സൈഡ് എടുക്കാം. സോ ഫസ്റ്റ് ടേം z മൈനസ് 1 ബൈ 2 കിട്ടും, മൈനസ് 1. സെക്കൻഡ് ടേമിൽ z മൈനസ് 1 ബൈ 3 എന്ന് കിട്ടണം. സോ 3 ഔട്ട്സൈഡ് എടുക്കാം. z മൈനസ് 1 ബൈ 3 പ്ലസ് 1. നൗ ദിസ് ഇസ് 1/5 ഇൻറ്റു 1/2. ടേക്ക് മൈനസ് കോമൺ. മൈനസ് കോമൺ ആയിട്ട് പുറത്തെടുത്താൽ ദിസ് ഇസ് 1 മൈനസ് z മൈനസ് 1/2. നമുക്ക് 1/1 മൈനസ് z എന്നുള്ള ഫോമിലേക്ക് എഴുതണം. അതുകൊണ്ട് മൈനസ് കോമൺ ആയിട്ട് പുറത്തെടുത്തു. ആൻഡ് ഓൾസോ ഇവിടെയും മൈനസ് കോമൺ ആയിട്ട് പുറത്തെടുക്കാം. ഇവിടെ ആവശ്യമില്ല, ഇത് പ്ലസ് ആണ്. മൈനസ് 1/3, 1 പ്ലസ് z മൈനസ് 1/3. സോ ഇനി നമുക്ക് സീരീസ് എക്സ്പാൻഷൻ എഴുതാം. ഇത് 1/1 മൈനസ് സെഡിൻ്റെ എക്സ്പാൻഷൻ ഇവിടെ യൂസ് ചെയ്യുക. കാരണം മോഡുലസ് ഓഫ് z മൈനസ് 1/2 ലെസ് ദാൻ 1 ആണ് നമ്മളെ റീജിയൻ. ഈ റീജിയനിൽ ജോമെട്രിക് സീരീസ് എക്സ്പാൻഷൻ വാലിഡ് ആയിരിക്കും. 1 മൈനസ് സെഡിൻ്റെ എക്സ്പാൻഷൻ 1 പ്ലസ് z സ്ക്വയർ എക്സെട്ര വരും. സോ ഇവിടെ 1/5 ഉണ്ട്. 1/5 നമുക്ക് ഇൻസൈഡ് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് മൈനസ് 1/10 ആണ്. അങ്ങനെ തന്നെ എഴുതാം, മൈനസ് 1/10. സീരീസ് എക്സ്പാൻഷൻ വരുന്നത് 1 പ്ലസ് സെഡിന് പകരം z മൈനസ് 1/2 ആൻഡ് സ്ക്വയർ z മൈനസ് 1/2 ഓൾ സ്ക്വയർ, z minus 1/2 all cube plus etc. And next minus 1/5 into 3 is 15. This is 1/1 plus z. മാറിപ്പോയത് 1 പ്ലസ് z ആണ്. ഓൾട്ടർനേറ്റീവ് പ്ലസ് മൈനസ് കൊടുക്കാം. 1 മൈനസ് z മൈനസ് 1/3 പ്ലസ് z മൈനസ് 1/3 ഓൾ സ്ക്വയർ മൈനസ് z minus 1/3, z minus 1/3 all cube plus etc. That is, this series is minus 1/10. Series n is equal to 0 to infinity. Z minus 1/2 all power n. First term is 1, so start with the 0. Next term minus 1/15. Series n is equal to 0 to infinity. Z minus 1/3 all raised to n. Also start with the 0. First term is 1. And alternative plus minus വരുന്നുണ്ട്. So minus 1 power n കൂടെ വെച്ച് കൊടുക്കാം. So first term plus ആണ്, second term 1 കൊടുക്കും, മൈനസ് കിട്ടും. So this is the final series. And first one is valid for mod z minus 1/2 less than 1. And second one valid for mod z minus 1/3 less than 1. This is the Taylor series expansion of the function about z is equal to 1.
ഇങ്ങനെയാണ് ടൈലർ സീരീസ് എക്സ്പാൻഷൻ എഴുതുന്നത്. ഐഡൻറ്റിഫൈ ദ റീജിയൻ. സെൻറ്റർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റീജിയൻ ഐഡൻറ്റിഫൈ ചെയ്യുക. ദാറ്റ് മീൻസ് റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്താണെന്ന് കണ്ടുപിടിക്കാം. അത് കണ്ടുപിടിക്കാൻ സിംഗുലാരിറ്റിയും നിയറസ്റ്റ് ഫംഗ്ഷൻ്റെ സിംഗുലാരിറ്റിയും സെൻറ്ററും തമ്മിലുള്ള ഡിസ്റ്റൻസ് എടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് റീജിയൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. റീജിയൻ വൺസ് യു ഐഡൻറ്റിഫൈ ദ റീജിയൻ, ഇവിടെ z-1/2 ഫസ്റ്റ് ടേമിൽ വരണം. ഇവിടെ നമുക്ക് 2 ആയിട്ടാണ് സീരീസ് ഉള്ളത്. സെക്കൻഡിൽ z-1/3 വരണം. അതിനനുസരിച്ച് അറേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. എളുപ്പത്തിൽ സീരീസ് എക്സ്പാൻഷൻ എഴുതാൻ പറ്റും. സോ ഇതാണ് ടൈലർ സീരീസ് എക്സ്പാൻഷൻ അബൌട്ട് z = 1.